ഹലോ ഫ്രണ്ട്സ്, പ്രീ മാർക്കറ്റ് സെക്ഷനിലേക്ക് സ്വാഗതം കേട്ടോ. എനിക്ക് എൻ്റേതായ അറിവുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഈ സെക്ഷൻ ചെയ്യണത് കേട്ടോ. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. കുറച്ച് അറിവും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ എനിക്ക് ഇതുവരെ ഉണ്ടായ എൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളും ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് നടന്ന കാര്യങ്ങളും അതിന് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയണത് കേട്ടോ. ഞാൻ ചെക്ക് ചെയ്ത് നടന്ന കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ പറയണത്. ഓക്കെ, മാർക്കറ്റിൽ ഇത്രയും കാലം മാർക്കറ്റിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ആദ്യം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്ത ആൾക്കാർക്കാവും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഒന്ന് പുട്ട് ഓപ്ഷനോ അല്ലെങ്കിൽ കോൾ ഓപ്ഷനോ അവരൊരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആദ്യം ഉണ്ടാവും. അപ്പോൾ അവർ ഗ്ലോബൽ മാർക്കറ്റ് ചെക്ക് ചെയ്ത് നോക്കും, വേറെ എന്തൊക്കെ ന്യൂസ് ഉണ്ടെന്നൊക്കെ നോക്കും. അപ്പോൾ അതിലൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. രണ്ടാമത് ഹോൾഡിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് അതിനെ പറ്റിയൊരു മാർക്കറ്റല്ല ഇപ്പോഴത്തെ മാർക്കറ്റ്. അപ്പോൾ ഹോൾഡിംഗ് എന്നുള്ള കാര്യം നമ്മൾ മാറ്റി വയ്ക്കുക. അത് ചിലപ്പോൾ ഒരു ലോട്ടറി പോലെ കിട്ടിയതൊക്കെ വരാം. അത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും മെൻ്റലി കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ട്രേഡിങ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കില്ല. പ്രത്യേകിച്ച് നാളെ എക്സ്പയറി ഒക്കെ ആയ സ്ഥിതിക്ക് നല്ല രീതിയിൽ പ്രൈസിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടാവും, ടൈം ഡീക്കേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നല്ല ഡീക്കേ സംഭവിക്കും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ വിചാരിച്ച മൂവ്മെൻറ്റ് നടന്നില്ല വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാളെ ഡെസ്പാവും. ചിലപ്പോൾ നമുക്ക് നോർമലി ചെയ്താൽ ചിലപ്പോൾ 1000 നഷ്ടം വരുന്നത് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിൽ സിനാരിയിൽ ചെയ്താൽ നമ്മുടെ അടുത്ത എൻട്രി അടക്കം തെറ്റും. അപ്പോൾ നമുക്കൊരു വലിയ ഹ്യൂജ് ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഒരുപാട് പ്രാവശ്യം എനിക്ക് അങ്ങനത്തെ മിസ്സിങ്ങുകൾ വന്നിട്ടുണ്ട്. അത് ആരും ആവർത്തിക്കാണ്ടിരിക്കുക. മാർക്കറ്റ് നമുക്ക് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ കാണുമ്പോൾ ഫ്ലാറ്റായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ മെയിനായിട്ടുള്ള സപ്പോർട്ട് സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയിലെ ഇന്നത്തെ ലോ പോയത് 778. അതിനാണ് നമ്മളും ഒരു ചെക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൊരു പോയിൻ്റ് കേട്ടോ. ഓക്കെ, മൊത്തത്തിൽ ഗ്ലോബൽ മാർക്കറ്റ് അത്ര നെഗറ്റിവിറ്റി ഒന്നുമല്ല, ഫ്ലാറ്റായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഇന്ന് നെഗറ്റീവ് ഏഷ്യൻ മാർക്കറ്റിലുണ്ട്, അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റിലും ഉണ്ട് വെച്ചെങ്കിലും അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള നെഗറ്റിവിറ്റി ഒന്നുമില്ല. അപ്പോൾ നമുക്ക് 70% നമ്മൾ ഇതൊന്നും ഡിപ്പെൻഡ് ചെയ്യണില്ല കേട്ടോ. ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇത് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, 30% മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ മതി. യുദ്ധത്തിൻ്റെ കാര്യങ്ങളായ യുദ്ധം കണ്ടിന്യൂസ് ചെയ്യായാലും ഒക്കെ ആയാലും അതെ. നാളെ ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ആവണോ അവിടെ നിന്ന് അനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നമുക്ക് NSEയിലൊന്ന് പോയി നോക്കാം. നമ്മുടെ എല്ലാ സെക്ഷനുകളും നെഗറ്റീവിലാണ് അവസാനിച്ചുള്ളത്. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള കോൺട്രാക്റ്റുകൾ ഏതാണെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 24,000 കോൾ ഓപ്ഷൻ, 23,900 കോൾ ഓപ്ഷൻ, 950, 24,100, 24,200. ഇതൊക്കെ നാളേക്കുള്ള റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ആദ്യത്തെ ഓരോ സ്റ്റെപ്പ് ഇട്ടാം. അതായത് 900 കഴിഞ്ഞ് കഴിഞ്ഞാൽ 950, 24,000, 24,100, 24,200. ഇതിലൊക്കെ നല്ല രീതിയിലുള്ള സെല്ലിങ് കാണാണ്ട്, കോൾ ഓപ്ഷൻ സെല്ലിങ് കാണാണ്ട്. ഓക്കെ, കോൾ റേറ്റിംഗ് കാണാണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുട്ട് സൈഡിലാണെന്ന് വെച്ചെങ്കിൽ 800, 850, 900, 950, 24,000 വരെയുള്ള റേഷ്യാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലും നല്ല രീതിയിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് 800-ലൊക്കെ വന്ന സപ്പോർട്ട് ഉണ്ടാവും. ഒരു 770, 750 സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ ഒരു മേജർ ഏരിയ ആണ്. ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് ഓപ്പൺ ഇൻട്രസ്റ്റും മോസ്റ്റ് ആക്റ്റീവ് വാല്യൂവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണത് മെയിനായിട്ട് ഇവിടെ സപ്പോർട്ടും കാര്യങ്ങളും മനസ്സിലായി. ഇവിടെ റെസിസ്റ്റൻസ് എൻ്റെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടാമെന്ന് ഇത് കാണിച്ചു കിട്ടാം. ഓക്കെ, നമുക്ക് അടുത്തായി നോക്കേണ്ടത് നമുക്ക് മാർക്കറ്റിൽ ഇന്ന് നമ്മൾ മാർക്ക് ചെയ്ത് നടന്ന ലെവലുകളൊക്കെ കറക്റ്റായിട്ട് മാർക്കറ്റ് നമുക്ക് എൻട്രി കാര്യങ്ങളൊക്കെ കിട്ടാൻ കറക്റ്റ് പൊസിഷനുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത രീതിയിൽ തന്നെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. 23,500, 600, 700 സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. 750, 800 സ്ട്രോങ് തന്നെയാണ്. അപ്പോൾ 800-ഉം 900-നും ഇടയിലാണ് മാർക്കറ്റിനെ നാളത്തെ ഏറ്റവും വലിയ
കൺസോളിഡേഷൻ വരാൻ പോകുന്നത് കേട്ടോ. മൂവ്മെൻറ്റ് 24,000 ഹ്യൂജ് ആയിട്ടുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. അത് ഇന്ന് തന്നെ ഇന്നത്തെ റിഫ്ലക്ഷനാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 90 വരെ പോയത് ഇന്ന് തന്നെ 60 രൂപ വീട്ടിൽ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നല്ല പ്രോഫിറ്റ് ഇന്ന് കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ റിഫ്ലക്ഷനാണ്. അപ്പോൾ അതുമാത്രമല്ല കോൾ ഓപ്ഷൻ നല്ല രീതിയിൽ ബൈങ് നടന്നുണ്ട്. അപ്പോഴാണല്ലോ സെല്ലിങ് വരിക, അപ്പോഴാണല്ലോ ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ഈ റേഞ്ചിൽ വരിക. അപ്പോൾ 24,000 കവർ ചെയ്ത് കിടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടഫായിട്ട് കാണിക്കുന്നത്. പക്ഷേ എങ്ങനെ കിടക്കാമെന്ന് അറിയോ? നാളെ 23,800 താഴെ കുറച്ച് നേരം ഫ്ലക്ച്വേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സെല്ല് ചെയ്തവർക്കുള്ള പ്രോഫിറ്റ് കിട്ടും. സെല്ല് ചെയ്തവർക്കുള്ള പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ 36 രൂപയുള്ളത് ഒരു 15 രൂപ ആ റേഞ്ചിലൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം അല്ലെങ്കിൽ 10 രൂപയിലേക്ക് എത്തിച്ചതിന് ശേഷമൊക്കെയാണ് ഇവരോട് ടൈം കുറേ ഡീക്കേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ കുറയും. അപ്പോൾ ഇവർക്കൊക്കെ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ ഇവർ ഇന്ന് മാറി കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് നാളെ മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇപ്പോഴത്തെ മൂവിങ് കണക്ക് ഇതൊക്കെ നോക്കുമ്പോൾ മാർക്കറ്റിനെ അപ്പ് മൂവ്മെൻറ്റ് ടഫായിട്ട് കാണിക്കുന്നത്. 24,000 ഹൈ റേഞ്ചിൽ ഇതായുള്ളത്. 23,800 മാർക്കറ്റ് പറഞ്ഞ പോലെ ഈ ഏരിയയിൽ ആണ് സ്പെൻഡ് ചെയ്യാൻ കൂടുതൽ ചാൻസ് ഉള്ളത് കേട്ടോ. ഓക്കെ, നാളത്തെ മോർണിംഗിലുള്ള നെഗറ്റിവിറ്റീനെ എങ്ങനെ കവർ ചെയ്യണം എന്നുള്ള രീതിയിലിരിക്കും ബാക്കി കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ചെറിയൊരു ഐഡിയ ഇട്ടുണ്ടായിരിക്കും കേട്ടോ. ഫ്യൂച്ചർ ഹീറ്റ് മാപ്പ് നോക്കുമ്പോൾ നെഗറ്റിവിറ്റി തന്നെയാണ് നമുക്കതിൽ കൂടുതൽ കാണുന്നത്. നാളേക്കുള്ള മെയിനായിട്ടുള്ള ഇത് കാലത്ത് മോർണിംഗിൽ 770 ഈ റേഞ്ചിൽ വന്നിട്ട് അതിനുശേഷം സപ്പോർട്ട് ചെയ്ത് കയറുന്ന വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് പോസിറ്റീവിന് ചാൻസ് ഉള്ളൂ കേട്ടോ. ഇതിനെ സസ്റ്റെയിൻ ചെയ്യണില്ല വെച്ചെങ്കിൽ ശ്രദ്ധിക്കണം, മാർക്കറ്റ് നെഗറ്റിവിറ്റിയിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനെ സസ്റ്റെയിൻ ചെയ്ത് ഇവിടെ സസ്റ്റെയിൻ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇവിടെ ഹണ്ടിങ് നടന്നതിന് ശേഷം ഇതിൽ കയറി നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവിനെ നോക്കാം. അപ്പോഴും നമുക്ക് നല്ല ഹൈ മൂവ്മെൻറ്റ് ഉണ്ടായാലും എന്തെങ്കിലും പോസിബിലിറ്റി ഉള്ളൂ കേട്ടോ. അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റിന് പെട്ടെന്നുള്ള ചാൻസ് ഇല്ല. കാരണം മാർക്കറ്റ് ആ രീതിയിൽ കറക്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ട സ്റ്റെപ്പ് 23,800 അതിൽ കയറി നിന്ന് അതിനുശേഷം 23,870 എന്നുള്ളത് മെയിനായിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ സസ്റ്റെയിൻ ചെയ്യേണ്ടി വെച്ചെങ്കിൽ അടുത്ത സ്റ്റെപ്പിനുള്ള പോസിബിലിറ്റി ഉള്ളത് 930. അത് കഴിഞ്ഞ് 950 എന്നുള്ള മെയിനായിട്ടുള്ളൊരു ഏരിയയാണ് കേട്ടോ. 950 സസ്റ്റെയിൻ ചെയ്താലാണ് 24,050 വരെ മാർക്കറ്റിനെ പോകാനുള്ള പോസിബിലിറ്റി ഉള്ളത്. ഇതുവരെയാണ് ആദ്യത്തെ ഒരു കടമ്പാട്ടാ. അത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്കിനി മൂവ്മെൻറ്റിനെ കുറിച്ചിട്ട് ചിന്തിച്ചാൽ മതി. അതായത് ഈ കടമ്പ കിടക്കണമെങ്കിൽ തന്നെ 250 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവണം. അതിനുള്ള പോസിബിലിറ്റി നമുക്ക് മാർക്കറ്റിനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ രീതിയിൽ മൂവ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻകാർക്ക് പ്രീമിയം നല്ല രീതിയിൽ കിട്ടും. അല്ല സ്ലോവിൽ മൂവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ടേക്കേറി പോകും. അപ്പോൾ സെല്ലിങ്കാർക്കുള്ളതാണോ ബൈയിങ്കാർക്കുള്ളതാണോ മാർക്കറ്റ് എന്നുള്ളതാണ് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ നിന്നുള്ള നാളേക്കുള്ള ഒരു നിഫ്റ്റിയുടെ ഒരു ഐഡിയ കേട്ടോ. പിന്നെ നമുക്ക് നോക്കേണ്ടത് ഓപ്ഷൻ ചെയിനിലെയും നമ്മൾ നോക്കിയാൽ 23,750 23,700 ആദ്യത്തെ മൂവ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം. ഇതൊക്കെ സീറോക്കുള്ള പോസിബിലിറ്റി ആണ് കാണുന്നത്. പക്ഷേ നമുക്കതൊന്നും കൺഫേം ചെയ്യാൻ പറ്റില്ല കേട്ടോ. 23,800 താഴെ ഉള്ളതിനെല്ലാതെയും സീറോക്കുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ 23 നമ്മൾ നോക്കി വെച്ചില്ലേ 23,950 24,000 ഇതൊക്കെ ഇപ്പോഴത്തെ റേഞ്ചിൽ പോസിബിലിറ്റി സീറോയ്ക്ക് തന്നെയാണ് ഉള്ളത് കേട്ടോ. ഓക്കെ, ഇനി അങ്ങനെ 23,950 സീറോ അല്ലാണ്ട് ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് 24,000 മിനിമം അവസാനിക്കണം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ 23,950 വരെയുള്ളത് സീറോ ആവും.
അപ്പോൾ ഇതിന് രണ്ടിനെ അവർ ഹെഡ്ജ് ചെയ്തിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യുന്നതനുസരിച്ചിരിക്കും കാര്യങ്ങൾ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നാളെ എൻട്രി കറക്റ്റായില്ല വെച്ചെങ്കിൽ നമ്മൾ ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞാൽ അത് സീറോയിലേക്ക് പോകും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം കോൾ ഓപ്ഷൻ 850 850ൻ്റെ 240. ഇവിടെ കയറി സപ്പോർട്ട് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 15 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിന് മൂവ്മെൻറ്റോ കാര്യങ്ങളുണ്ടായി കഴിഞ്ഞാൽ മാർക്കറ്റ് 950ലേക്ക് പോവും എങ്കിൽ 950 24,000 എന്നുള്ള റേഞ്ചിൽ അവസാനിക്കുക വെച്ചെങ്കിൽ നമുക്ക് 170 വരെയൊക്കെ പോവും. അതിനുശേഷം 150 വന്ന് അവസാനിക്കാം. നോക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ. ഓക്കെ, മാക്സിമം പോകുന്ന ടാർജറ്റ് കേട്ടോ. ഇവിടെ നിർത്തി കഴിഞ്ഞാൽ മാക്സിമം കിട്ടാവുന്ന ടാർജറ്റ് ആ റേഞ്ച് വരെ വരും. ഇതിൽ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ പൊസിഷൻ സൈസിങ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സ്റ്റോപ്പ് ലോസ് മസ്റ്റ് ആയിരിക്കണം. $23,850 പുട്ട് ഓപ്ഷൻ. അതിൽ പിടിച്ചിട്ടുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ മാത്രം ബൈയിങ്ങിനെ കുറിച്ചിട്ട് നോക്കുക കേട്ടോ. ബൈയിങ് ഹ്യൂജായിട്ടുള്ള ഗ്യാപ്പ് ഡൗൺ വന്നു കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റ് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അല്ല നോർമലി ഫ്ലാറ്റൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്ലോബൽ സിനാരിയോ വെച്ച് ഫ്ലാറ്റ് ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഞ്ചിനും മുകളിൽ നിൽക്കാൻ ചാൻസ് കുറവാണ്. പ്രോബബിലിറ്റി ഈ റേഞ്ചൊക്കെ വരാനുള്ളൂ. അപ്പോൾ ഇവിടെ സസ്റ്റെയിൻ ചെയ്യണമെന്ന് നോക്കുക. സസ്റ്റെയിൻ ചെയ്യണില്ല വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സപ്പോർട്ടുള്ളത് ₹50. $10 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നത് വെച്ചെങ്കിൽ ഡൗൺ ട്രെൻഡ് കാണുന്ന വെച്ചെങ്കിൽ പരിഗണിക്കാം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും ഏതാണ് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള വെച്ചെങ്കിൽ നോക്കിയിട്ട് പുട്ട് ഓപ്ഷന് കോൾ ഓപ്ഷന് ഇതുപോലെ ഈ റേഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് നോക്കുക. ഓക്കെ, പറ്റുന്ന സൂപ്പർ ട്രെൻഡും കൂടിയിട്ടൊന്ന് പരിഗണിച്ചോ. കുറച്ചും കൂടി ഒന്നുകൂടി ഐഡിയ കിട്ടും കേട്ടോ. ഓക്കെ, നോക്കി കഴിഞ്ഞാൽ നാളേക്കുള്ള ഇത് കിട്ടും. പിന്നെ നോക്കേണ്ട കാര്യം പറഞ്ഞില്ലേ മെയിനായിട്ടുള്ളത് ഇത് 800 താഴെയുള്ളതൊക്കെ സീറോയ്ക്കുള്ള പോസിബിലിറ്റിയാണ്. 24,000 മുകളിലുള്ളതൊക്കെ സീറോയ്ക്കുള്ള പോസിബിലിറ്റിയാണ് കൂടുതലുള്ളത്.
അത് ചെക്ക് ചെയ്യുക. പിന്നെ പെട്ടെന്ന് നമ്മൾ ഇന്നലത്തെ കണക്ക് മാർക്കറ്റിൽ ഒരിക്കലും ഇന്ന് നോക്കണ്ട കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ മാർക്കറ്റ് സ്ലോവിൽ മൂവ് ചെയ്തിട്ട് 900 എത്തിയാലും അല്ലെങ്കിൽ 970 സ്ലോവിൽ മൂവ് ചെയ്തിട്ട്, അതായത് ടൈം എടുത്ത് മൂവ് ചെയ്തിട്ട് 900 എത്തിയാലും 900 മുകളിലുള്ളതൊക്കെ കോൾ ഓപ്ഷൻ 0 ആയിട്ട് മാറും. അത് ടൈം ടേക്കിൽ സംഭവിക്കും. ഓക്കെ, അപ്പോൾ അത് കാരണം കെയർഫുള്ളായിട്ട് ചെയ്യണം. ചിലപ്പോൾ ബയ്യിങ്കാരാണെന്ന് വെച്ചെങ്കിൽ അത് കെയർഫുള്ളായിട്ട് ചെയ്യണം കേട്ടോ. സെല്ലിങ്കാർക്കുള്ള പിന്നെ ഓപ്ഷൻ എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ ഹെഡ്ജ് ചെയ്യുക. നാളെ 750 അല്ലെങ്കിൽ 800 നാളെ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ ഉണ്ട്. ഇത് സെല്ല് ചെയ്തിട്ട് 650 ബൈ ചെയ്തിട്ട് അല്ലെങ്കിൽ വെച്ചിട്ട് മാർക്കറ്റിൻ്റെ മൂവ് നോക്കിയിട്ട് ഇട്ടാൽ മാർക്കറ്റിൻ്റെ മൂവ് നോക്കിയിട്ട് ഏത് സൈഡിലേക്കാണ് മൂവ് വെച്ചെങ്കിൽ നോക്കിയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ 800 0 ആയി കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. ഓക്കെ, ഈ സൈഡിൽ കണ്ടീഷൻ നോക്കിയിട്ട് വേണം ചെയ്യാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ 40-50 അങ്ങനെ കയറി കിട്ടുന്ന സമയത്ത് എടുക്കാൻ പറ്റണം കോൾ ഓപ്ഷൻ സെല് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ 24,000 മുകളിൽ കോൾ ഓപ്ഷൻ ഇതിലും ചാൻസ് ഉണ്ട്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് 23,900 വരെയും ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡും ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ വ്യൂ അനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. പിന്നെ കൂടുതൽ കാര്യങ്ങൾ നാളെ കാലത്ത് മോർണിംഗിൽ 9 മണി തൊട്ട് പ്രീ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ 9:10 നമുക്ക് ഒന്നും കൂടി ഒരു ക്ലാരിറ്റിയുള്ള പിക്ചർ എടുക്കാം. പിന്നെ 9:15 to 9:00 ആകുമ്പോഴേക്കും നമുക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് കൂടുതൽ നോക്കിയിട്ട് ചെയ്യാം. ഇപ്പോൾ നാളേക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രീ മാർക്കറ്റിൻ്റെ ഒരു അപ്ഡേഷൻ തരണം കേട്ടോ. അത് വെച്ചിട്ട് പ്ലാൻ ചെയ്ത് വയ്ക്കുക. പക്ഷേ ഇതൊന്നും ഫീഡ് ചെയ്ത് വയ്ക്കരുത്. ഈ കണക്കൊന്നും നമ്മൾ ഫീഡ് ചെയ്ത് വയ്ക്കണ്ട. നാളെ മൂവ്മെൻറ്റ് മാറി കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ബ്രെയിനിന് അത് ബുദ്ധിമുട്ടാക്കും. ഓക്കെ, പിന്നെ ഇത്ര കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ. അപ്പോൾ ഇത് ഇത്ര മൾട്ടി ടാസ്ക് വരുന്നില്ലേ നമ്മുടെ ബ്രെയിനിന്. അത് പുട്ട് ഓപ്ഷൻ നോക്കണം, കോൾ ഓപ്ഷൻ നോക്കണം, പിന്നെ മാർക്കറ്റിന് നോക്കണം, ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കണം, എല്ലാ കാര്യങ്ങളും നോക്കണം, OI അനലൈസ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും നോക്കണം. പിന്നെ FIA ആക്ടിവിറ്റി കാര്യങ്ങളും എല്ലാം നോക്കണം. നാളെ നമുക്ക് വ്യക്തമായിട്ട് കൂടുതൽ കാര്യങ്ങൾ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് ജസ്റ്റ് കുറച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ല പ്രിപ്പയറായിട്ട് മാർക്കറ്റിനെ സമീപിക്കുക. നാളെ എക്സ്പയർ ചെയ്യണം കേട്ടോ. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കാലത്തെ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. എടുത്ത് ചാടിയിട്ട് മാർക്കറ്റിൽ ചെറിയ ക്യാപിറ്റലൊക്കെ ഉള്ള വെച്ചെങ്കിൽ എൻട്രി ചെയ്യാണ്ടിരിക്കുക. പിന്നെ എൻട്രി ചെയ്യേണ്ടിച്ചെങ്കിലും ഒരു ലോട്ടൊക്കെ വെച്ചിട്ട് സാമ്പിൾ ചെയ്ത് നോക്കുക, മൂവ്മെൻറ്റ് ശരിയാവുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അപ്പം മനസ്സിന് ബ്രെയിനിന് ഐഡിയ കിട്ടും. അപ്പോൾ എന്നിട്ട് പിന്നെ പൊസിഷൻ സൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ എടുക്കുക കേട്ടോ. ഓക്കെ, എല്ലാവർക്കും നല്ലത് പറ്റേ, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള അവസരം